മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെറ്റ്സ് റീഗെയിൻ അവർ ഫീൽഡ്സ് എന്ന ചാപ്റ്ററിൻ്റെ ബാക്കിയുള്ള ടോപ്പിക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ടോപ്പിക്സ് പഠിക്കാനായിട്ട് ആരെങ്കിലും പഠിക്കാത്തവരുണ്ടെങ്കിൽ പാർട്ട് 1 കണ്ട് പഠിക്കണേ. അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ്. അപ്പോൾ എന്താണ് മൈക്രോബിയൽ ഫെർട്ടിലൈസർ എന്ന് നമുക്ക് നോക്കാം. മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത് കുറച്ച് സബ്സ്റ്റൻസസ് ആണ്. അവയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ആ സബ്സ്റ്റൻസസിൽ എന്ത് സാധനം ഉണ്ടാവും? മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും. മൈക്രോ ഓർഗാനിസംസ് നമ്മൾ ഓൾറെഡി മൈക്രോ ഓർഗാനിസംസിൻ്റെ അഡ്വാൻറ്റേജ് പഠിച്ചു കഴിഞ്ഞു അല്ലേ? മൈക്രോ ഓർഗാനിസംസ് സോയിൽ ഉണ്ടെങ്കിൽ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ടാവാം? ഇറ്റ് വിൽ ഇൻക്രീസ് ദ സോയിൽ ഫെർട്ടിലിറ്റി. മൈക്രോ ഓർഗാനിസംസിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അവ എന്ത് ചെയ്യും? നമ്മുടെ പ്ലാന്റ് ഗ്രോത്തിനും അതേപോലെ സോയിൽ ഫാക്ടേഴ്സിനൊക്കെ എൻഹാൻസ് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ എന്തിലുണ്ട്? മൈക്രോ ഓർഗാനിസംസിലുണ്ട്. അപ്പോൾ ഈ മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സിൽ എന്തടങ്ങിയിട്ടുണ്ടാവും? മൈക്രോ ഓർഗാനിസംസ് അടങ്ങിയിട്ടുണ്ടാവും. അതാണ് എന്ത് ചെയ്യുക? സോയിലിൻ്റെ ഫെർട്ടിലിറ്റീനെ ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സിനൊക്കെ എക്സാമ്പിളാണ് അസോള. അസോള നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു തരം എക്വാട്ടിക് ഫേൺ ആണ്. ഫേൺ എന്ന് പറഞ്ഞാൽ എന്താ? പന്നൽ ചെടി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? നമ്മളെ വയലിലും തോടിൽ ചെറിയ കുളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഗ്രീൻ കളറിലുള്ള പ്ലാന്റ്സ് കണ്ടിട്ടില്ലേ? ആ പ്ലാന്റിന് പറയുന്ന പേരാണ് അസോള. അപ്പോൾ ഈ ചെടികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലൊക്കെ എന്തുണ്ട്? ചിലതരം ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട്. റൈസോബിയം, അസറ്റോബാക്ടർ, അസോസ്പിറില്ലം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ബാക്ടീരിയ ഉണ്ട്. അപ്പോൾ അവയുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇവയ്ക്കൊക്കെ എന്തിനുള്ള കഴിവുണ്ട്? നൈട്രജനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മളെ സോയിലിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? സോയിലിലെ നൈട്രജൻ കണ്ടന്റ് ഇൻക്രീസ് ചെയ്യും, ദെർബൈ ഇൻക്രീസിങ് ദ സോയിൽ ഫെർട്ടിലിറ്റി. ഓക്കെ, നമ്മൾ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് കണ്ടെയ്ൻ മൈക്രോ ഓർഗാനിസംസ് വിച്ച് ഹെൽപ്പ് ടു ഇൻക്രീസ് ദ സോയിൽ ഫെർട്ടിലിറ്റി. ഇനി എന്താ അഡ്വാൻറ്റേജ്? ദ പ്രസൻസ് ഓഫ് മൈക്രോബ്സ് എൻഹാൻസ് ദ ഇൻക്രീസ് ഇൻ സോയിൽ ഫാക്ടേഴ്സ് ആൻഡ് ദെർബൈ ഇൻക്രീസ് ദ പ്ലാന്റ് ഗ്രോത്ത്. Then bacteria like Rhizobium, Acetobacter, Azospirillum and aquatic plants like Azolla can be used to increase the nitrogen content in the soil. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? വാട്ട് ആർ ദ തിങ്സ് ടു ബി ടേക്കൺ കെയർ ഓഫ് വൈൽ യൂസിങ് മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ്? നമുക്കറിയാം മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സിൽ എന്താ ഉള്ളത്? മൈക്രോ ഓർഗാനിസംസ് ആണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്ന സമയത്ത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സോ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ എന്താണ്? സോയിൽ എന്ത് ഫെർട്ടിലൈസർ ഉപയോഗിക്കാൻ പാടുള്ളൂ? ബയോ ഫെർട്ടിലൈസേഴ്സ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കൂടാതെ എന്ത് വേണം? സോയിലിന് പ്രോപ്പർ ഇറിഗേഷനും കൊടുക്കണം. നല്ല വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ ഈ മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള പ്ലാന്റ് ഗ്രോത്ത് സാധ്യമാവുള്ളൂ. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എൻഷുവർ ദ അവൈലബിലിറ്റി ഓഫ് ബയോ ഫെർട്ടിലൈസർ ഇൻ ദ സോയിൽ. സോയിലിൽ ആവശ്യത്തിന് ബയോ ഫെർട്ടിലൈസേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മൾ ആദ്യം ഉറപ്പുവരുത്തണം. ദാറ്റ് ഈസ് എൻഷുവർ ദ അവൈലബിലിറ്റി ഓഫ് ബയോ ഫെർട്ടിലൈസേഴ്സ്. നെക്സ്റ്റ് വൺ ഈസ് പ്രൊവൈഡ് പ്രോപ്പർ ഇറിഗേഷൻ. നല്ലവണ്ണം വെള്ളം കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സിന് അതിൽ മൈക്രോ ഓർഗാനിസത്തിന് അതിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഓർ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഷുഡ് നോട്ട് ബി യൂസ്ഡ്. ആ സോയിലിൽ നമ്മൾ മൈക്രോബിയൽ ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്ന സോയിലിൽ എന്ത് ഉപയോഗിക്കാൻ പാടില്ല? കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും അതുപോലെ കെമിക്കൽ പെസ്റ്റിസൈഡ്സും ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഈ 3 തിങ്സ് ആണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ മൈക്രോബിയൽ ഫെർട്ടിലൈസർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അൺസയൻറ്റിഫിക് ആപ്ലിക്കേഷൻ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ അൺസയൻറ്റിഫിക് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കോൺസിക്വൻസസ് ആണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് അൺസയൻറ്റിഫിക് ആപ്ലിക്കേഷൻ ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്? അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ചില സമയം വളരെ കൂടുതലായിട്ട് ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കില്ലേ? അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുക? അത് സോയിലിൻ്റെ കോമ്പോസിഷനെ വല്ലാതെ എഫക്റ്റ് ചെയ്യും. സോ ഫസ്റ്റ് പോയിന്റ് ഈസ് കോമ്പോസിഷൻ ഓഫ് സോയിൽ. നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ധാരാളം മണ്ണിലിടുമ്പോൾ എന്ത് പറ്റും? മണ്ണിലെ പല ഘടനയ്ക്ക് തന്നെ മാറ്റം വരില്ലേ? അതിൽ പല സംഭവങ്ങളും ഇല്ലാതാവും. അപ്പോൾ അതെന്താ ചെയ്യുക? സോയിലിൻ്റെ ഫെർട്ടിലിറ്റി കുറയുന്നതിന് കാരണമാവും അല്ലേ? ഇപ്പോൾ കുറേ കാലം നമ്മൾ ഈ ഫെർട്ടിലൈസേഴ്സ് ഇട്ടുകൊണ്ടിരുന്ന എന്ത് പറ്റും? കുറച്ച് കഴിയുമ്പോൾ മണ്ണിൽ യാതൊരു ഫലപുഷ്ടി ഇല്ലാണ്ടാവും. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കൂടുതൽ ഫെർട്ടിലൈസേഴ്സ് ഫലപുഷ്ടി കൂട്ടാനായിട്ട് ഇടേണ്ടി വരും. സോ
while using large amount of chemical fertilizers, it will affect the composition of soil and it will reduce the soil fertility. So we have to use large amount of fertilizers to improve the soil fertility. First point എന്ന് പറയുന്നത് composition of soil ആണ്. നോക്കിക്കേ, it will reduce the soil fertility, so large amount of fertilizers are required. And cost for chemical fertilizers increases. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സോയിലിൽ കുറേ എമൗണ്ട് ഫെർട്ടിലൈസർ ഇട്ടുകൊണ്ടിരുന്നാൽ മാത്രമേ എന്ത് പറ്റുള്ളൂ, പിന്നെ ഒരു ചെടി ആ മണ്ണിൽ കൊണ്ട് നട്ടാൽ വളരുള്ളൂ. നെക്സ്റ്റ് പോയിന്റ് ഈസ് മൈക്രോ ഓർഗാനിസംസ് ഇൻ സോയിൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് എന്ത്, നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസർ സോയിൽ ആഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതെന്ത് ചെയ്യും, സോയിലുള്ള കുറേ മൈക്രോ ഓർഗാനിസംസിന് നമ്മൾ പറഞ്ഞു അല്ലേ, അതായത് നൈട്രജനൊക്കെ അബ്സോർബ് ചെയ്യാനും നൈട്രജൻ സോയിലിൽ ഫിക്സ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന കുറേ മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ സോയിലിൽ തന്നെയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ എമൗണ്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ഡാമേജ് ദ മൈക്രോ ഓർഗാനിസംസ് ആൻഡ് ഇറ്റ് വിൽ ഡെസ്ട്രോയ് ദ മൈക്രോ ഓർഗാനിസംസ്, സോ thereby decrease the soil fertility. So next point is microorganisms in soil. Excessive use destroys the microorganisms in soil. Then next point is health issues. നമുക്കറിയാം എന്ത്, നമ്മൾ ഇപ്പോൾ പച്ചക്കറിയൊക്കെ വാങ്ങുമ്പോൾ എന്താണ്, അതിനകത്ത് കുറേ ഇതൊക്കെ അടിച്ചിട്ടാണ് വരുന്നത് അല്ലേ, കുറേ കെമിക്കൽ അപ്ലൈ ചെയ്തിട്ടാണ് ഇതിലൊക്കെ വരുന്നത് അല്ലേ. അപ്പം അങ്ങനത്തെ കെമിക്കൽ ഉപയോഗിച്ചിട്ടുള്ള ഫുഡ്സൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരും. ഇറ്റ് വിൽ ഡാമേജ് അവർ കിഡ്നീസ്, ലങ്സ് ആൻഡ് ലിവർ. ചില സമയത്ത് എന്താണ്, ക്യാൻസറിന് വരെ അത് കാരണമാകുന്നുണ്ട്. സോ നെക്സ്റ്റ് പോയിന്റ് ഈസ് ഹെൽത്ത് ഇഷ്യൂസ്. Depending upon the amount of chemical fertilizers consumed, it may cause disturbance of the kidneys, lungs and liver and even cause cancer. ക്യാൻസറിന് വരെ കാരണമാകാവുന്ന കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ്. അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഫിനാൻഷ്യൽ ഫാക്ടർ. ഇപ്പോൾ നമ്മൾ എന്താണ്, ലാർജ് എമൗണ്ട് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ചാൽ മാത്രമേ എന്ത് പറ്റുള്ളൂ, നമ്മുടെ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, സോയിലിന് ഡീഗ്രഡേഷൻ വരും, അതുപോലെ സോയിലിൻ്റെ ഓർഗാനിക് മാറ്റർ കുറഞ്ഞു പോകും, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ സോയിലിന് വരും. അതുപോലെ തന്നെ നമ്മളെന്താണ്, കൂടുതൽ എമൗണ്ട് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും വാങ്ങേണ്ടി വരും. നമ്മൾ ഫിനാൻഷ്യലി എന്താവും, കൂടുതൽ പൈസ അതിനു വേണ്ടി ചിലവാക്കേണ്ടി വരും. നോക്കിക്കേ, എക്സസീവ് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് has led to soil degradation, reduction in soil organic matter and loss of soil carbon. So we have to use large amount of chemical fertilizers. So the cost of chemical fertilizers also increases. നമുക്ക് നോക്കാം which are the factors. The first factor എന്ന് പറയുന്നത് composition of soil, and next one is microorganisms in soil, next health issues and financial factors. Next topic is ഹൗ ടു കൺട്രോൾ പെസ്റ്റ്. നമ്മൾ എങ്ങനെയാണ് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധാരണ എല്ലാവരും എന്താ ചെയ്യുക, ഏതെങ്കിലും ഒക്കെ കെമിക്കൽ പെസ്റ്റിസൈഡ് വാങ്ങിച്ച് അങ്ങോട്ട് അടിക്കൂലേ, അതിനെ കൊല്ലുന്ന എന്തെങ്കിലും ഒരു മരുന്ന് വാങ്ങിച്ച് അതിലടിക്കും. നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ പയറിലും തെങ്ങിലും ഒക്കെ എന്ത് വരാറുണ്ട്, ഇതുപോലത്തെ ഓരോ ജീവികളൊക്കെ വന്ന് അതിനെ മുഴുവൻ നശിപ്പിക്കാറില്ലേ. അപ്പം നമ്മളിങ്ങനെ അടിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ വീട്ടിൽ ഒരു എക്സാമ്പിൾ പറയാം, ഒരു പയർ ചെടിയുണ്ട്. അപ്പോൾ പയറിൽ കുറേ പുഴുക്കളോ അതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കെമിക്കൽ പെസ്റ്റിസൈഡോ അല്ലെങ്കിൽ എന്താ സാധാരണ വേപ്പില കഷായോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് അത് ആ ചെടിയിൽ അടിച്ചു. ആദ്യമൊക്കെ എന്ത് പറ്റും, അത് എഫക്റ്റ് ചെയ്യൂലേ. അപ്പോൾ കുറേ കാലം നിങ്ങൾ അതന്നെ അടിച്ചുകൊണ്ടിരുന്ന എന്ത് പറ്റും, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ്, ആ ജീവികളൊന്നും നശിക്കുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും, നമ്മൾ ആദ്യം അടിച്ചപ്പോൾ അത് നശിച്ചു അല്ലേ, പക്ഷെ പിന്നെ അടിക്കുമ്പം അവ എന്തുകൊണ്ടായിരിക്കും നശിക്കാത്തത്? കാരണം എന്താ വെച്ചാൽ ഇപ്പം ആ ജീവികൾക്ക് എന്തുണ്ട്, ആ മരുന്നിനെ എതിർക്കാനുള്ള റെസിസ്റ്റൻസ് അവർ അക്വയർ ചെയ്തു. അതുകൊണ്ടാണ് എന്ത്, ആ ജീവികൾ നശിച്ചു പോകാത്തത്. ഇൻ ദ സെയിം വേ നമ്മൾ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് കുറേ കാലം യൂസ് ചെയ്യുകയാണെങ്കിൽ, തുടർച്ചയായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ പെസ്റ്റ് എന്ത് അക്വയർ ചെയ്യും, അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് അവർക്ക് വരും. അങ്ങനെ അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കൂടുതൽ ക്വാണ്ടിറ്റി ഓഫ് പെസ്റ്റിസൈഡ്സ് അടിച്ചുകൊണ്ടിരിക്കും അല്ലേ. അങ്ങനത്തെ എക്സസീവ് ആപ്ലിക്കേഷൻ വരുമ്പോൾ നമുക്ക് എന്തറിയാം, അത് ചെയ്യും, ഒരുപാട് എൻവയോൺമെൻറ്റൽ ആൻഡ് ഹെൽത്ത് ഇഷ്യൂസിന് കാരണമാവും അല്ലേ. നമ്മൾ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക എന്നാണ് പഠിക്കാൻ പോകുന്നത്. സോ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഡെസ്ട്രോയ് ദ പെസ്റ്റ് ടോട്ടലി. നമുക്കറിയാം കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുമ്പോൾ ആദ്യമൊക്കെ എന്താവും, പെസ്റ്റ് മുഴുവൻ ടോട്ടലായിട്ട് നശിച്ചു പോകും. ബട്ട് വെൻ ദ പെസ്റ്റ് അക്വയർ റെസിസ്റ്റൻസ്,
ദ ക്വാണ്ടിറ്റി ഓഫ് പെസ്റ്റിസൈഡ്സ് ഹാസ് ടു ബി ഇൻക്രീസ്ഡ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും, പെസ്റ്റ് എന്ത് ചെയ്യും, അതിനെതിരെ റെസിസ്റ്റൻസ് സെക്യൂർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഓഫ് പെസ്റ്റിസൈഡ്സിനെ ഇൻക്രീസ് ചെയ്യേണ്ടി വരും. ദ എക്സസീവ് ആപ്ലിക്കേഷൻ ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് കോസസ് മെനി എൻവയോൺമെൻറ്റൽ ആൻഡ് ഹെൽത്ത് ഇഷ്യൂസ്. നമ്മളിങ്ങനെ കൂടുതലായി അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് പറ്റും, നമ്മളെ എൻവയോൺമെൻറ്റിനും അതുപോലെ ഹെൽത്തിനും അത് കുറേ പ്രോബ്ലംസ് ഉണ്ടാക്കും. നമുക്ക് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് അധികം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് റെമഡി ആയിട്ട് നമ്മൾ എന്തെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ അല്ലേ. അപ്പം അങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് എനിമീസ് ഉണ്ട്, പെസ്റ്റിന് കുറച്ച് എനിമീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെയുള്ള എനിമീസിനെ കൊണ്ട് എന്ത് ചെയ്യും, പെസ്റ്റിനെ കൺട്രോൾ ചെയ്യും. അങ്ങനത്തെ എനിമീസാണ് ആരൊക്കെ, പ്രിഡേറ്റേഴ്സ്, പാരസൈറ്റ്സ് ആൻഡ് പാത്തോജൻസ് ഓഫ് പെസ്റ്റ്. പെസ്റ്റിനെ തിന്നുന്നത് പോലെ ബേർഡ്സ് അല്ലേ, ചില കിളികളൊക്കെ വന്നിട്ട് നമ്മളെ ചെടിയിലുള്ള ഈ പുഴുക്കളെയൊക്കെ തിന്നുന്ന കണ്ടിട്ടില്ലേ. അപ്പം അതുപോലെയുള്ള ബേർഡ്സിനെ നമ്മൾ പ്രിഡേറ്റേഴ്സ് എന്ന് പറയും. അതുപോലെ തവളയൊക്കെ പിടിക്കുന്ന കണ്ടിട്ടുണ്ടാവും അല്ലേ. തവള, ചെറിയ വണ്ടുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഈ പെസ്റ്റിനെയൊക്കെ പിടിച്ച് അവയുടെ എമൗണ്ട്, അവയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കാറുണ്ട് അല്ലേ. സച്ച് കൈൻഡ് ഓഫ് പ്രിഡേറ്റേഴ്സ്, പാരസൈറ്റ്സ് ആൻഡ് പാത്തോജൻസ് ഓഫ് പെസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആർ കോൾഡ് നാച്ചുറൽ എനിമീസ് ഓഫ് പെസ്റ്റ്. സോ നാച്ചുറൽ എനിമീസ് ഓഫ് പെസ്റ്റ് ആരൊക്കെയാണ്, പ്രിഡേറ്റേഴ്സ്, പാരസൈറ്റ്സ് ആൻഡ് പാത്തോജൻസ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി വാട്ട് ഈസ് IPM. IPM എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്. ഇൻറ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ IPM എന്ന് പറയുന്നത് ഈസ് ആൻ എക്കോ ഫ്രണ്ട്ലി മെത്തേഡാണ്. എക്കോ ഫ്രണ്ട്ലി മെത്തേഡ് എന്തിനുള്ളത്, ടു കൺട്രോൾ പെസ്റ്റ്. പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു എക്കോ ഫ്രണ്ട്ലി മെത്തേഡാണ് IPM അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്, അപ്പോൾ നമുക്ക് വഴിയെ പഠിക്കാം. ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇവ എൻവയോൺമെൻറ്റിന് യാതൊരു അഡ്വേഴ്സ് ആയിട്ടുള്ള എഫക്റ്റും ഇല്ലാതെയാണ് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുക. അത് ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആണ്. പിന്നെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക വെച്ചാൽ അവ എന്തിനെ പ്രിവെൻറ്റ് ചെയ്യും, പെസ്റ്റിൻ്റെ മൾട്ടിപ്ലിക്കേഷനെ പ്രിവെൻറ്റ് ചെയ്യും. മൾട്ടിപ്ലിക്കേഷന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കുറേ മെത്തേഡ്സ് അപ്ലൈ ചെയ്യും. ഈ മൾട്ടിപ്ലിക്കേഷന് പ്രിവെൻറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യും. അങ്ങനെ ഈ IPM അതായത് ഇൻറ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് വെച്ച് കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ ക്രോപ്പിന്, നമ്മൾ നട്ടിരിക്കുന്ന ക്രോപ്പ് ഏതാണോ അതിന് യാതൊരു എഫക്റ്റും ഉണ്ടാവില്ല. ക്രോപ്പിന് ലോസ് ഒന്നും ഇല്ലാതെയാണ് അതെന്ത് ചെയ്യുക, പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുക. സാധാരണ IPMൽ യൂസ് ചെയ്യുക കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഒന്നും യൂസ് ചെയ്യില്ല, പകരം എന്ത് ചെയ്യും, ബയോ പെസ്റ്റിസൈഡ്സ്, അതുപോലെ നാച്ചുറൽ എനിമീസ് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, പാരസൈറ്റ്സ്, പ്രിഡേറ്റേഴ്സ്, അതുപോലെയുള്ള നാച്ചുറൽ എനിമീസിനെ വെച്ച് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യും. ബയോ പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ചിട്ട് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യും. അതുപോലെ മെക്കാനിക്കലായിട്ട് പെസ്റ്റ് കൺട്രോളിന് എന്തെങ്കിലും മെത്തേഡ്സ് വേണമെങ്കിൽ അതും അഡോപ്റ്റ് ചെയ്യുന്ന ഒരു എക്കോ ഫ്രണ്ട്ലി മെത്തേഡാണ് ഈ IPM എന്ന് പറയുന്നത്. സോ IPM is an eco-friendly method to control the pests without disturbing the environment. എൻവയോൺമെൻറ്റിനെ ഡിസ്റ്റർബ് ചെയ്യാതെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് IPM എന്ന് പറയുന്നത്. നെക്സ്റ്റ് അതെങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക, ഇറ്റ് ട്രൈസ് ടു പ്രിവെൻറ്റ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പെസ്റ്റ് ആൻഡ് ലിമിറ്റ് ദർ നമ്പർ വിത്തൗട്ട് ലോസ് ഓഫ് ക്രോപ്പ്. മൾട്ടിപ്ലിക്കേഷന് പ്രിവെൻറ്റ് ചെയ്തിട്ട് അവയുടെ നമ്പർ ലിമിറ്റ് ചെയ്യും. അതുപോലെ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്, നമ്മുടെ ക്രോപ്പിന് യാതൊരു വിധത്തിലുള്ള ലോസും ഉണ്ടാവില്ല. The next point is, this is done by reducing the use of chemical pesticides and encouraging the application of biopesticides, natural enemies of pest and mechanical pest control methods, etc. So important question ആണ്, what is integrated pest management? Integrated pest management എന്താണെന്ന് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ 3 points മെൻഷൻ ചെയ്യണം. So next we are going to discuss what are the advantages of integrated pest management. അതായത് IPMൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ കുറേ അഡ്വാൻറ്റേജസ് പറഞ്ഞു അല്ലേ, എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ IPM ഈസ് ആൻ എക്കോ ഫ്രണ്ട്ലി മെത്തേഡാണ്. അതുപോലെ അത് എന്ത് ചെയ്യുന്നില്ല, ക്രോപ്പിന് യാതൊരു വിധത്തിലുള്ള ലോസസും ഉണ്ടാക്കുന്നില്ല, എൻവയോൺമെൻറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം നമ്മൾ എന്തൊക്കെ പോയിൻറ്റ്സ് ആണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എഴുതേണ്ടതെന്ന്. ഫസ്റ്റ് പോയിന്റ്, പ്രൊമോട്ട്സ് സൗണ്ട് സ്ട്രക്ചർ ആൻഡ് ഹെൽത്തി പ്ലാന്റ്സ്. IPMൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് പറയുന്നത് എന്താണ്, നാച്ചുറൽ എനിമീസിനെ ഉപയോഗിക്കുക, ബയോ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുക, അതുപോലെ എന്തെങ്കിലും മെക്കാനിക്കലായിട്ട് എന്തെങ്കിലും കൺട്രോൾ ചെയ്യാൻ മെത്തേഡ്സ് ഉണ്ടെങ്കിൽ അത് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളല്ലേ ചെയ്യുന്നത്. അപ്പം അത് കാരണം എന്തുണ്ടാവുന്നില്ല, എൻവയോൺമെൻറ്റിനും ഇഷ്യൂസ് ഒന്നുമില്ല, അതുപോലെ പ്ലാന്റിനും ലോസസ് ഒന്നും ഉണ്ടാവുന്നില്ല.
അപ്പോൾ ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഒരു സൗണ്ട് സ്ട്രക്ചറാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്ലാന്റ്സും എന്തായിരിക്കും, ഹെൽത്തി ആയിരിക്കും. സോ ഫസ്റ്റ് പോയിന്റ് ഈസ് ഇറ്റ് പ്രൊമോട്ട്സ് സൗണ്ട് സ്ട്രക്ചേഴ്സ് ആൻഡ് ഹെൽത്തി പ്ലാന്റ്സ്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, പ്രൊമോട്ട്സ് സസ്റ്റൈനബിൾ ബയോ ബേസ്ഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ്. IPM യൂസ് ചെയ്യുന്ന എല്ലാ മെത്തേഡ്സും എന്താണ്, സസ്റ്റൈനബിൾ ആണ്. അതേപോലെ എന്താണ്, ബയോ ബേസ്ഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ 3 മെത്തേഡ്സ് എന്താണ്, ബയോ ബേസ്ഡ് അല്ലേ, അതുപോലെ സസ്റ്റൈനബിളും ആണ്. ദെൻ റെഡ്യൂസസ് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് പെസ്റ്റ് മാനേജ്മെൻറ്റ് ബൈ അഡോപ്റ്റിംഗ് നാച്ചുറൽ മെത്തേഡ്സ്. അതായത് നമുക്കറിയാം പെസ്റ്റ് മാനേജ്മെൻറ്റ് നമുക്ക് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ കുറേ റിസ്ക് ഉണ്ട് അല്ലേ, ഹെൽത്ത് ഇഷ്യൂസ് വരുന്നുണ്ട്. അതുപോലെ സോയിലിൻ്റെ ഫെർട്ടിലിറ്റിനെ എഫക്റ്റ് ചെയ്യും, മൈക്രോ ഓർഗാനിസംസിൻ്റെ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യും, അതുപോലെയുള്ള കുറേ റിസ്ക് ഉണ്ട് അല്ലേ. അപ്പോൾ ആ റിസ്കിനെല്ലാം എന്ത് ചെയ്യും, IPM നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പം റെഡ്യൂസ് ചെയ്യും. സോ ഇറ്റ് റെഡ്യൂസസ് ദ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് പെസ്റ്റ് മാനേജ്മെൻറ്റ് ബൈ അഡോപ്റ്റിംഗ് നാച്ചുറൽ മെത്തേഡ്സ് ആണ്. ആ റിസ്ക് കുറയാനുള്ള കാരണം എന്താണ്, IPM അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ മെത്തേഡ്സും നാച്ചുറൽ മെത്തേഡ്സ് ആണ്. എല്ലാം നാച്ചുറൽ ആയതുകൊണ്ടാണ് ആ റിസ്ക് കുറയുന്നത്. ദെൻ അവർ ലാസ്റ്റ് പോയിന്റ്, റെഡ്യൂസസ് ദ പൊട്ടൻഷ്യൽ ഫോർ എയർ ആൻഡ് ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേഷൻ. അതുപോലെ എയറിനും ഗ്രൗണ്ട് വാട്ടർ ഭൂഗർഭ ജലത്തിനും എന്തില്ല, യാതൊരു വിധത്തിലെ കണ്ടാമിനേഷനും ഇല്ല. നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുമ്പോൾ എന്ത് പറ്റും, അന്തരീക്ഷവും മലിനമാവും. അതേപോലെ ഇവ ഒഴുകി അടുത്തുള്ള പുഴയിലും അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താവും, അവിടുത്തെ വെള്ളവും ചീത്തയാവും. അതുപോലെയുള്ള അവിടുത്തെ മീനുകളൊക്കെ ചത്തുപോകും, തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ. നമ്മൾ IPM മെത്തേഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്തുണ്ടാവില്ല, എയറിനെയും ഗ്രൗണ്ട് വാട്ടറിനെയും ഒന്നും ഇത് കണ്ടാമിനേറ്റ് ചെയ്യില്ല. ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് IPM. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് IPM, ദെൻ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് IPM. So advantages, it promotes sound structures and healthy plants, then promotes sustainable bio-based pest management alternatives, reduces risk associated with pest management, then last point, reduces the potential for air and groundwater contamination. അപ്പോൾ നമ്മളിന്ന് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്, മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് എന്താന്ന് പറഞ്ഞു അല്ലേ, മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് എന്താന്ന് പറഞ്ഞു. അതുപോലെ പിന്നെ എന്തൊക്കെ പറഞ്ഞു, നാച്ചുറൽ എനിമീസ് ഓഫ് പെസ്റ്റ് പറഞ്ഞു. ദെൻ വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് എക്സസീവ് ആപ്ലിക്കേഷൻ ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. ദെൻ ലാസ്റ്റ്ലി നമ്മൾ എന്ത് പറഞ്ഞു, IPM ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് IPM ഡിസ്കസ് ചെയ്തു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ ഇടുക. കൂടുതൽ എന്തെങ്കിലും ടോപ്പിക്സ് വേണമെങ്കിലും അതുപോലെ കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. Thank you for watching. Have a good day.